ഞങ്ങൾ 28 റുപ്യ ടിക്കറ്റ് 30 റുപ്യ ടിക്കറ്റ് ഉള്ളവർക്ക് 20 റുപ്യ അടക്കം കൊണ്ടു കൊടുത്ത സ്ത്രീകൾ ഉണ്ടായിരുന്നു വണ്ടിയിൽ. ഇപ്പൊ ഞങ്ങളെ കാണുമ്പോ തിരിഞ്ഞു നിൽക്കുകയാണ്. എന്തുകൊണ്ടാ കാരണം? ഇവർ ഈ ഒരു ഒറ്റ ഫ്രീ ടിക്കറ്റ് കാരണം. ഇപ്പൊ ഞാൻ വരദൂർ കമ്പളക്കാട് വണ്ടിയിലാണ് പണിയെടുക്കുന്നത്. അതിൽ പണിയെടുക്കുന്നത് വെച്ചാൽ സാധാരണ എനിക്ക് രാവിലെ ഇവിടെ 9:05 പോകുന്ന ചാലില് 10:00 പോകുന്ന ചാലില് ഒരു മനുഷ്യനില്ലാണ്ട് വണ്ടി കാലി ഓടുവാണ്. മുതലാളിക്ക് നഷ്ടം വരുന്ന ഒരു പരിപാടിയാണ് ഇത് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഇപ്പൊ സതീശൻ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ തമിഴ്നാട്ടിലും കർണാടകയിലും ചെയ്യുന്ന പരിപാടി കണ്ടിട്ട് അതേപോലെ ചെയ്തു നോക്കിയത് ഇപ്പൊ 8 നില പൊട്ടിയിട്ട് പരിപാടി നിൽക്കുകയാണ്. ഞങ്ങളിപ്പം വീട്ടിലേക്ക് 1000 റുപ്യ വരെ കൂലി കൊണ്ടുപോയിരുന്ന ഒരു ഡ്രൈവറും കണ്ടക്ടറും ഇപ്പൊ കൊണ്ടുപോകുന്ന എത്ര അറിയോ? 300-400 റുപ്യ കൂലിയിലാണ് വീട്ടിൽ പോകുന്നത്. എന്റെ അമ്മയ്ക്ക് വെരിക്കോസ് വെയിന് വന്നിട്ട് ഡെയിലി ആഴ്ചയിൽ 10-20,000 റുപ്യ ചെലവ് ഹോസ്പിറ്റലിൽ. ഞാനിപ്പോ അതിനു വേണ്ടിയിട്ട് കടം വാങ്ങുകയാണ്. ഇതാണ് ഈ നിൽക്കുന്ന 1000-600ഓളം ആൾക്കാരുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. ഓരോരുത്തരുടെ വീട്ടിലെ അവസ്ഥകള് അത് നാട്ടുകാരൊന്നും അറിയണം. ഈ പെണ്ണുങ്ങൾ ഇപ്പൊ വേറെ ഒന്നും വേണ്ട. പെണ്ണുങ്ങൾ സ്ഥിരം കയറിക്കൊണ്ടുന്ന ടിക്കറ്റ് ഇപ്പൊ എനിക്ക് വേറൊന്നും വേണ്ട. കണിയാമ്പറ്റ വരെ അവർ KSRTC കയറി വന്നിട്ട് കണിയാമ്പറ്റേന്ന് കയറിയിട്ട് അവരെ പഴയ പൈസ അവിടുന്ന് കണിയാമ്പറ്റേന്ന് കരണിയിലേക്ക് 15 റുപ്യ ടിക്കറ്റാണ്. ആ 15 റുപ്യ ടിക്കറ്റിന് 10 റുപ്യ അതിന്റെ പറയും. ഞങ്ങൾ സ്ഥിരം ടിക്കറ്റ് അല്ലേ? എന്ത് സ്ഥിരം ടിക്കറ്റ്? KSRTCക്ക് ഫ്രീ കയറി വന്നിട്ടാണോ സ്ഥിരം ടിക്കറ്റ് കയറുന്നത്? ഇതാണ് അവസ്ഥ വരുന്നത്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ പറയൂ. ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ആകെ അറിയുന്ന ഒരു പണിയാണ്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൂ. എനിക്ക് അതിന്റെ അറിവേ ഉള്ളൂ. ഞാൻ ഈ കണ്ടക്ടർ പണിയും പഠിച്ചിട്ട് വന്നതാണ്. ഞാനിപ്പോ എന്റെ 11ാം വയസ്സിൽ ഞാൻ വണ്ടിപ്പണിക്ക് ഇറങ്ങിയവനാ. ഇതിന്റെ അവസ്ഥ ഞങ്ങൾക്കായി അറിയുള്ളൂ. വണ്ടിപ്പണിയിൽ ഏതെങ്കിലും ഒരുത്തന് ഈ വണ്ടി കയറുന്ന ആർക്കെങ്കിലും അറിയോ ഈ വണ്ടിയുടെ അവസ്ഥ എന്താണെന്നുള്ളത്? അത് ജനങ്ങൾ കൂടി മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങളുടെ സമരം. അതിന് മുഖ്യമന്ത്രി എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്തു തരും. അതിൽ കൂടുതൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല.